മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഒരു കുത്തുകൊടുക്കാൻ എന്നുള്ളതിനപ്പുറത്ത് ആ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുകയാണല്ലോ എന്ന ഒരു വേപതു കൊണ്ടാണോ ഇവിടെ പറയുന്നത് പോലെ RSS ഈ കാര്യത്തിൽ ഒരു സെൽഫ് കറക്ഷൻ നടത്താൻ ശ്രമിക്കുകയാണോ അതോ നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായി പോയ രാഷ്ട്രീയം പരാജയപ്പെട്ടു അത് തിരുത്തണം എന്ന് പറയുകയാണോ? അഭിലാഷേ, അതിലെന്താ തർക്കമുള്ളത്? മണിപ്പൂർ എറിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ പോലും നഗ്നയാക്കി തെരുവിലൂടെ നടത്തിച്ചപ്പോൾ ഈ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSന്റെ സർസംഘചാലകന്റെ വായിൽ നിന്ന് ഒരു പ്രതിഷേധ വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ല. 10,000-കണക്കിന് മനുഷ്യർ അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തപ്പോൾ RSSന്റെ ഒരു നേതാവും രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന BJP നേതാക്കന്മാർക്കെതിരെ ഭരണകൂടത്തിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ വ്യത്യസ്ത ധാരകളുണ്ട്, അവരെ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത ധാരയെ ഉൾക്കൊള്ളാൻ രീതിയിൽ നരേന്ദ്രമോദിയെ ഉപദേശിക്കാൻ BJPയുടെ ഭരണകൂടത്തെ ഉപദേശിക്കാൻ നാളിതുവരെ 10 വർഷക്കാലത്തെ മോദി ഭരണകാലത്ത് RSSന്റെ സർസംഘചാലക് തയ്യാറായിട്ടില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് രണ്ടാമത്തെ, പ്രതിപക്ഷത്തെ ശത്രുവായി കാണാൻ പാടില്ല, അവരെ പരസ്പര ബഹുമാനത്തോടെ അംഗീകരിക്കണം, അവരുടെ അഭിപ്രായത്തെ കേൾക്കണമെന്ന. 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി പ്രതിപക്ഷത്തോട് നടത്തിയിട്ടുള്ള കുൽസിതമായിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തും ഒരു പ്രതിപക്ഷ MP അദ്ദേഹം മുസ്ലിം ആയതിന്റെ പേരിൽ തീവ്രവാദി എന്ന് BJPയുടെ MP ആക്ഷേപിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും മോഹൻ ഭാഗവതിനെ പോലുള്ള ആളുകൾ ശബ്ദമുയർത്തി നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത അദ്ദേഹം പറയുന്നത് അസത്യങ്ങൾ പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന. അസത്യങ്ങൾ പ്രചരിപ്പിച്ച സമയത്ത് ഒരിക്കൽ പോലും സത്യം എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് ഉയർന്നിട്ടില്ല. പിന്നെ പറയുന്നത് ഇലക്ഷൻ പ്രചരണ സമയത്ത് മാന്യത പാലിച്ചില്ലെന്ന. നരേന്ദ്രമോദിയും BJPയുടെ നേതാക്കന്മാരും ഈ രാജ്യമെമ്പാടും നടന്ന് മാന്യമല്ലാത്ത രീതിയിൽ ഇലക്ഷൻ പ്രചരണം നടത്തിയപ്പോൾ ഒരിക്കൽ പോലും RSS ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത, വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് ശരിയായില്ല എന്ന്. ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയപ്പോൾ RSSന്റെ സർസംഘചാലക് എപ്പോഴെങ്കിലും ഇടപെട്ട് തിരുത്തിയിരുന്നെങ്കിൽ നമ്മൾക്ക് പറയാം അവരുടെയൊക്കെ മനസ്സ് അത് നല്ല മനസ്സാണെന്ന് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ ഇത് കുടിലത മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയണം. RSSന്റെ ദേശീയ നേതാവിന് പോലും തോന്നിയിട്ടും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് BJPയുടെ നേതാക്കന്മാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് വിദ്വേഷ പരാമർശമാണെന്ന് തോന്നാത്തത് മറ്റൊരു കാര്യമാണ്. അത് വേറെ വിഷയം. ഇനി അഹന്ത പാടില്ല എന്ന് BJPയുടെ ഏത് നേതാവിനാണ് കഴിഞ്ഞ 10 വർഷക്കാലം അഹന്ത ഇല്ലാതെ ഈ രാജ്യത്തോട് സംസാരിക്കാൻ സാധിച്ചത്? സ്മൃതി ഇറാനിയെ പോലുള്ള നേതാക്കന്മാരുടെ അഹന്ത ഒന്നുകൊണ്ട് മാത്രമല്ലേ അവർ തോറ്റ് വീട്ടിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ ആർഭാടം പാടില്ല എന്ന്. 10-12 ലക്ഷത്തിന്റെ കോട്ടിട്ട് 8,000 കോടി രൂപയുടെ വിമാനത്തിൽ യാത്ര ചെയ്ത് 30,000ന്റെ കൂണ് കഴിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് ആർഭാടം പാടില്ല എന്ന് RSSന്റെ സർസംഘചാലക് പ്രസംഗിക്കുന്നത്. ഇതെങ്ങനെയാണെന്നറിയോ? ഇസ്രായേലിന് ആയുധവും ആശയപരമായ പിന്തുണയും എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ പാലസ്തീനെ ആക്രമിക്കരുത് എന്ന് പറയുന്ന അമേരിക്കയുടെ നയം തന്നെയാണ് ഇവിടെ RSSന്റെ നേതാവ് എടുത്തത്. ഇപ്പോൾ തോറ്റതിന് തുല്യമായിട്ട് ജയിച്ചപ്പോൾ ഈ തോൽവിയുടെ പാപഭാരം ഏറ്റെടുക്കാൻ RSS തയ്യാറല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മോദിയോടുള്ള പെരുന്തച്ചൻ കോംപ്ലക്സിന്റെ കാരണം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ആശയപരമായിട്ട് RSS ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഇന്ത്യൻ ആശയമല്ല. ഇത് മുസോളിനിയുടെ ഫാസിസ്റ്റ് ആശയം കടമെടുത്ത് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നതാ. ഇവർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടത്തിലോ അതിനുശേഷമോ ഈ രാഷ്ട്ര നിർമ്മിതിയിൽ ഒരു പങ്കുമില്ല. ഏതെങ്കിലും RSSന്റെ ഉന്നത നേതാവ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ജയിലിൽ കിടന്ന ഒരു കഥ ഇവർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ ഈ രാജ്യത്തോട് ഒരു കാലത്തും സ്നേഹവും കൂറുമില്ലാത്ത ആളുകൾ ഇന്ന് തോറ്റതിന് തുല്യമായിട്ട് ജയിക്കുമ്പോൾ മോദിയുടെ പ്രഭാവം മങ്ങുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാതെയാണ് മോഹൻ ഭാഗവത് ഇത്തരത്തിലുള്ള അഭിപ്രായം തോൽവി ഷെയർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഈ 2 പോയിന്റുകളാണ് കോൺഗ്രസിനുള്ളത്.